ഇനി നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. നമുക്കറിയാം ഇ ഡി കുറച്ച് നാളായി അവിടുത്തെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പിറകെ നടക്കുകയാണ്. ഒന്ന് വരൂ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാരണവശാലും ഡോക്ടർ തോമസ് ഐസക്ക് ഇവരുടെ പിടിക്ക് നിന്നു കൊടുക്കില്ല എന്ന് വ്യക്തമായി പല പ്രാവശ്യം കോടതി വഴി ഇവർ എല്ലാം തമ്മിൽ ഉള്ള ഈ പോരാട്ടം ഗംഭീരമായി നടക്കുന്നു. അതേസമയം തന്നെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണം വളരെ ശക്തമായി പോവുകയും ചെയ്യുന്നുണ്ട്. ഇ ഡിക്ക് മുന്നിൽ നാളെ ഹാജരാകില്ലെന്ന് പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. ഇ ഡിയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും ഭീഷണിപ്പെടുത്തി BJPക്ക് ഫണ്ട് ശേഖരിക്കുന്ന ഏജൻസിയായി ഇ ഡി മാറിയിരിക്കുകയാണെന്നും തോമസ് ഐസക് പറയുന്നു. ഇടത് മുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക് നമ്മോടൊപ്പം ചേരുകയാണ്. സഖാവേ, ഇവിടെ 8000 കോടി രൂപയുടെ വികസന പദ്ധതി കിഫ്ബി വഴി നടപ്പാക്കിയത് നമ്മൾ ജനങ്ങളോട് പറയുമ്പോൾ ഇ ഡി പിന്നെയും അങ്ങേക്ക് നോട്ടീസ് അയക്കുകയാണ്, നാളെ ഹാജരാവണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇല്ല, നാളെ ഹാജരാവാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് എനിക്ക് പോകാതിരിക്കാനാണ്. എനിക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല. ഈടടുത്ത് ചെല്ലാം, എന്തും വിശദീകരിക്കാം. ആദ്യം ചെയ്ത തെറ്റെന്താന്ന് പറയണം. ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹാജരാവാൻ പറഞ്ഞാലില്ല. അതെൻ്റെ പൗരാവകാശത്തിലുള്ള കടന്നുകയറ്റമാണ്. അത് നമ്മൾ കോടതി ചോദ്യം ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ ഇന്ന് മാത്രമല്ല, ഈ നോട്ടീസ് അയപ്പ് കോടതി ലക്ഷ്യമാണെന്നും കോടതി പറഞ്ഞു. കോടതി തീർക്കാം. നരേന്ദ്രമോദി പത്തനംതിട്ട എത്തുകയാണ്. അദ്ദേഹം വരട്ടെ. അദ്ദേഹം വന്നുകൊണ്ട് നേരത്തെ വല്ല ഗുണമുണ്ടായിട്ടുണ്ട്. എത്ര പ്രാവശ്യം കേരളത്തിൽ വന്ന്, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഉണ്ടായ ഒരു സീറ്റും പോയി. ജനങ്ങളെ ഇ ഡിയുടെ രാഷ്ട്രീയം മനസ്സിലാക്കൂലേ? ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ പോയാണ്. ഈ ഇ ഡി എന്താ ചെയ്യണമെന്ന് ഭീഷണിപ്പെടുത്തി BJPയുടെ ഫണ്ട് ശേഖരിക്കുന്ന ഒരു ഏജൻസിയായിട്ട് മാറിയിരിക്കുകയാണ്. കൂറുമാറ്റത്തിനുള്ള ഏജൻസിയായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് ഇ ഡി. അവരുടെ ഭീഷണിക്ക് മുമ്പിലൊന്നും വഴങ്ങില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുകയാണ്. നാളെ ഇ ഡിക്ക് മുമ്പിൽ ഹാജരാകില്ല. മാത്രമല്ല, ഇ ഡി മുമ്പോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഇ ഡി വഴി വെക്കുന്ന രാഷ്ട്രീയം കൃത്യമായി അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ക്യാമറമാൻ അഖിലേഷ് കൊടുമയോടൊപ്പം സുജി T. ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.